ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹീനമാ ശദ്ദുൽ മഹാമിൽ വതനാദൗ ലിർറഹീലി ജിഅ്തുഹും വദ്ദംഉ സായിൽ ഖുൽതു ഖിഫ്ലി യാ ദലീലു. കവി എന്ത് കാണുകയാണ്? ഒരു സംഘം ആളുകൾ ഇങ്ങനെ മദീനയിലേക്ക് യാത്ര പോകുന്നതായിട്ട് അയാളുടെ മനസ്സിലിങ്ങനെ കാണുകയാണ്. കാരണം കൽബിൽ പ്രേമം കയറി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അതുമായി ബന്ധപ്പെട്ട സംഗതികളാണ് ഈ കാരം. സ്വപ്നം കാണുന്നതാണ് ഈ കാരം, ചിലപ്പോൾ ഉണർച്ചി കാണുന്നത് തന്നെയാണ് ഈ കാരം, നാവിൽ പാട്ട് വരികയാണെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമാണ് ഈ കാരം. അപ്പോൾ ഇയാൾ മദീനയും മുത്തനബിൻ്റെ റൗള ഷരീഫും ആ പ്രദേശമൊക്കെ ഇങ്ങനെ അവിടെ എത്തിപ്പെടാൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അയാളെ കൽബിൽ ഇങ്ങനെ കാണുകയാണ് എന്ത്, കുറച്ച് ആളുകൾ ഇങ്ങനെ മദീനത്തേക്ക് ഇങ്ങനെ പോകാൻ ഒരുങ്ങണമായിട്ട് കാണുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ് മഹാമിൽ, ഒരു സംഘം ആളുകളതാ അവരുടെ ഭാണ്ഡങ്ങൾ ഇങ്ങനെ കെട്ടി നന്നാക്കണത് കണ്ടപ്പോൾ, അപ്പോൾ തനാദവും പരസ്പരം വിളിക്കുന്നവും കണ്ടപ്പോൾ റഹീലി, യാത്രക്ക് പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞു കാണുന്നത്, ഇറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇറങ്ങണ ഇയാളിങ്ങനെ കാണുകയാണ്. ജീത്തുഹും, ആ സംഘത്തിനടുത്തേക്ക് ഞാൻ ചെന്നു. ചെല്ലുമ്പം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ സായിരിന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൊൽത്തു, ഞാൻ പറഞ്ഞു, കിഫ്, നിക്കടോ യാ ദലീലു, വഴികാട്ടാൻ നിൽക്കുന്ന മനുഷ്യ, മുമ്പിൽ പോകുന്ന വഴികാട്ടിയ മനുഷ്യ, നീ നിക്കടാ, ഇജ്ജ് പോയാൽ പോലും പോകും, ഞാൻ ഇവർക്ക് ഒരു സാധനം കൊടുത്തേക്കാണ്ട് എനിക്ക്. എനിക്കിനി ഒന്ന് ചുമക്കണം മനുഷ്യ, റസായില, കുറച്ച് ലെറ്ററുകൾ മദീന മുനവറയിലേക്ക് കൊടുത്തുവിടാൻ കുറച്ച് കത്തുണ്ട്, ഈ കത്തും നീ ഒന്ന് കൊണ്ടുപോകണം. പിന്നെ അയ്യോ ഷൗക്കുൽ ജസീൽ, അലീമാതായിരിക്കുന്ന ഒരു സ്നേഹമേ, പിന്നെയാണ് വിളിക്കണത് കേട്ടോ. അതാ ഷൗക്കിനെ വിളിക്കുകയാണ്. ഷൗക്കിനെ വിളിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ ആരെ ഇഷ്ടിക്കുന്നുവോ ആ വ്യക്തിയെ വിളിക്കുകയാണ്. ജസീലായ ഷൗക്കേ, അവിടത്തേക്കുള്ള കത്ത് ഞാനിതാ കൊടുത്തു വിടുന്നുണ്ട്. മനാസിൽ, അവിടെ ചെറിയ കോപ്പിയിലൊക്കെ തിൽക്കാൻ എഴുതിയാണ്. അവിടെ തിൽക്കാന്നുള്ള എന്തായാലും തെറ്റാകാനാ സാധ്യത. ഒരു നിലക്ക് മാനൊപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അവിടെ തീക്കാന്നാണ് ഉണ്ടാകുക. തീക്ക, ലാമില്ലാതെ തീക്ക. ഹാ തമ്പീഹിൻ്റെ ഹാ ആണ്, ഹാ മുലാഫിലി അല്ലത്. നെഹവ ഹാ തീക്ക. തീക്ക എന്നുള്ളത് ഇസ്മുഫീലാണ്, അത് ഇസ്മു ഇഷാറത്തിൻ്റെ ഇസ്മാണ് തീക്ക. ഏത് പണ്ട് അത് പഠിച്ചില്ലേ? തീ വാദമോനസിലേക്ക് ഇഷാർത്താക്ക തീ എന്നുണ്ടല്ലോ, അതിലേക്ക് ഹിതാബിൻ്റെ കാഫടന്നാണ് തീക്ക. ആ തീക്ക എന്നതിലേക്ക് തമ്പീഹിൻ്റെ ഹാ കടന്നു. അപ്പം എന്തായി? ഹാ തീക്ക എന്നായി. അതിന് ബദലാണ് അൽ മനാസിൽ. ഹാദൽ കിതാബ് പറഞ്ഞ മാതിരി ഹാത്തീക്കൽ മനാസിൽ. ഏതിൻ്റെ നെഹവാർണ ജിഹത്ത് എന്ന മാന, നെഹവ ഹാത്തീക്കൽ മനാസിൽ, ആ കെട്ടിടങ്ങളുടെ ഭാഗത്തേക്ക്, മൻസിലുകളുടെ ഭാഗത്തേക്ക്, മദീനയുടെ അല്ലേ, മദീനത്തുള്ള ആ മൻസിലുകളുടെ ഭാഗത്തേക്ക്. ഫിൽ നശായ, പ്രഭാതത്തിലും പ്രദോഷത്തിലും വൽ ബുക്കൂർ, പ്രഭാതത്തിലും രാവിലെയും വൈകുന്നേരവും അതിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഷൗക്കും ജസീലേ, എൻ്റെ ഈ കത്തും കൂടി ഒന്ന് കൈ പിടിക്കണം. കുല്ലു മൻ ഫിൽ കൗനി ഹാമു ഫീക യാ ബാഹിൽ ജബീൻ വലഹും ഫീക ഗറാമു വസ്തിയാഖും വഹനീൻ. കുല്ലു മൻ ഫിൽ കൗനി, പ്രപഞ്ചത്തിലുള്ള സർവരും, ഹാമു, അവർ അന്തം വിട്ടിരിക്കുകയാണ്, ഫീക നബിയെ, തങ്ങളുടെ കാര്യത്തിൽ തങ്ങൾ എന്താന്ന് മനസ്സിലാകാതെ എല്ലാവരും പരിഭ്രമിച്ചിരിക്കുകയാണ്. യാ ബാഹിൽ ജബീൻ, നെറ്റിത്തടം പ്രകാശിച്ച് തിളങ്ങുന്ന മൊഞ്ചുള്ള നബിയേ, വലഹും, അവർക്കൊക്കെ ഉണ്ട്, ഈ വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്, ഫീക തങ്ങളിൽ, ഒറാമു, അല്ലെങ്കിൽ ലഹു എന്നുള്ള ലമീർ കൗനിക്കാക്ക, കുല്ലുമൻ ഫിൽ കൗനിയാനല്ലേ, പ്രപഞ്ചത്തിലെ സർവരും എന്നറിയില്ല, ആ മഞ്ഞക്ക് അത് കളിക്കാലും മതി. എല്ലാവർക്കൊക്കെ ഉണ്ട് ഫീക നബിയെ തങ്ങളിൽ, ഒറാമുൻ, കൊണ്ടുപിടിക്കലുണ്ട്. കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാൻ അടങ്ങേറാണ് അവസ്ഥൻ്റെ പേരാണത് ഒറാം. വസ്തിയാക്കുൻ, കഠിനമാതായിരിക്കുന്ന ഷൗക്കുമുണ്ട്, വഹനീൻ, തേങ്ങിക്കരിയലുമുണ്ട്. ഉദ്ദേശകാരം കിട്ടാൻ ഞാൻ അങ്ങനെ തേങ്ങണേനാ എന്താ പറയുക? ഹനീൻ എന്നറിയാം. ഫീ മഅനീകൽ അനാമു ഖദ്ദബദത് ഹായിരീൻ വന്തലിർ റുസുലി ഖിതാമു അന്തലിൽ മൗലാ ശകൂർ.
ഫി മആനീക, നബിയെ തങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന കാര്യത്തിൽ അനാമോസ് മനുഷ്യന്മാരൊക്കെ കത്തബദ്ധത്ത് ഹായിരീൻ, ഓ അവരൊക്കെ അന്തം വിട്ടവരായി വെളിവായിരിക്കുകയാണ്. എന്താണ് നബിൻ്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാകാതെ എന്തേക്കുന്ന പുരാനെ എന്ന് വിചാരിച്ചിട്ട് അന്തം വിട്ടേക്കാണ് എല്ലാവരും. അന്ത നബിയെ തങ്ങൾ ഹിത്താമുൽ റസുൽ, മുർസലീങ്ങൾക്ക് അവസാനത്തവരാണ്, ഇനി റസൂൽ വരാനില്ല. അന്തരിൽ മൗലാ ഷക്കൂർ, മൗലിയായ റബ്ബിനിക്ക് പരമാവധി ഷക്കൂറ നബിയെ തങ്ങള്. ഖലീലും മിൻ ഇബാദിയ ഷക്കൂർ എന്നാ പറയുന്നത്. പരമാവധി ഷാക്കിറായവർ ഖലീലാണ് എന്നറിയില്ലേ. മുത്തനബിയെ തങ്ങളൊരു ഷക്കൂറാണ്. അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബഷീറു യാ നദീർ. അബ്ദുകൽ മിസ്കീനു, ചിലർക്കൊക്കെ കേൾക്കുമ്പോൾ വലിയ ബേജാറാണ്. നബിയോട് അബ്ദുക്കാന്ന് പറഞ്ഞില്ലേ, എന്താ അത്ര വലിയ ബേജാറ് അബ്ദുക്കാന്ന് പറഞ്ഞതിന്? അബ്ദ് എന്ന് എത്ര മാനാക്കി പറയലുണ്ട്, എത്രങ്ങാനും സ്ഥലത്ത് പറയലുണ്ട്. സയ്യിദും അബുദൊക്കെ ഏത് കാലത്തും ദുന്യാവ് തന്നെ അല്ലേ, പൈസ കൊടുത്ത് വാങ്ങണ അബുദും സയ്യിദും തന്നെ അല്ലേ, ഇഷ്ടം പോലല്ലേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അബുദും എന്നല്ലമിനി അർഹം വായുത, എനിക്കൊരാൾ ഒരു അർഹം പഠിപ്പിച്ചാൽ ഞാൻ അവൻ്റെ അബുദാണ് കാരണം. ഈ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നിന്നുള്ള എല്ലാ മാലൂമാത്തും പഠിക്കും. അത് മദീനത്തിൽ ലീയും ബാബുഹ എന്ന് പറയുന്ന അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുത്തനബിനോട് അബുദ് എന്ന് പറഞ്ഞൂടെ. എന്നതുപോലെ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, തനിക്ക് ഇൽമു പകർന്ന ആളെ പറ്റി ഞാൻ അയാളെ അബുദാണ് കയറി അനുസരിക്കാൻ തയ്യാറാണെന്ന് മാന. മൂപ്പര് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് എന്നതിൻ്റെ മാന. അപ്പം നബിയോട് പറയും, നബുദുക്ക നബിയെ തങ്ങളുടെ ഈ അബുദ് അൽ മിസ്കീനോ, ഈ സാധുവായ അവിടുത്തെ അബുദ് യർജു പ്രതീക്ഷിക്കുന്നവനാണ് ഫളകൽ ജമ്മൽ ഗഫീർ, അവിടുത്തെ ഔദാര്യത്തിന്. നബിയുടെ ശഫാഅത്തോടല്ലേ നമ്മൾ നാളെ കഴിച്ചിലാവുകയുള്ളൂ. എല്ലാവർക്കും വേണ്ട നബിയുടെ ശഫാഅത്ത്. ഏറ്റവും അതെങ്കിലും കൂട്ടിക്കൂടെ ഏറ്റവും ചുരുങ്ങിയ ഫളക എന്നുള്ളത്. എങ്ങനത്തെ ഫളലാണ് ജമ്മൽ ഗഫീർ, അധികരിച്ച ഒരു കൂട്ടമായതായിരിക്കുന്ന ഫളൽ. അത് ബെയ്ത്തിൻ്റെ കമ്പിക്ക് വേണ്ടിങ്ങാണ്ട് ഗഫീറു എന്നാക്കിയതാണ്. അനുസരിച്ച് ഫളകൾ ജമ്മൽ ഗഫീറ എന്ന് പ്രയോഗിക്കേണ്ട സ്ഥലമാണ്. അതൊക്കെ ബെയ്ത്തിനോ വേണ്ടി അതൊക്കെ ജായിസാവും. ഫീക്ക നബിയെ തങ്ങളുടെ കാര്യത്തിൽ ഖദ് അഹ്സൻതു ലന്നി, എൻ്റെ ലന്നിനെ ഞാൻ മെച്ചമാക്കിയിരിക്കുകയാണ്. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ഈ സാധുവായ എന്നെ ഷഫായത്തുകൊണ്ട് രക്ഷപ്പെടുത്തും. ഞാൻ എന്തെങ്കിലും നബിതങ്ങൾക്ക് എതിരെ സുന്നത്തിന് എതിർ കാട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നബിതങ്ങൾ എന്നെ ക്ഷമിച്ച് പൊരുത്തപ്പെട്ടുങ്ങാണ്ട് എന്നെ സ്വർഗത്ത് കാക്കും, എന്നെ സ്വീകരിക്കും, അബ്ദുൽ കൗസനത്തേക്ക് എന്നെ വിളിക്കും എന്നുള്ള നല്ലൊരു ഹുസ്നുൽ തന്നെയാണ് നബിയെ തങ്ങൾ എനിക്കുള്ളത്. യാ ബഷീറു യാ നദീർ, സ്വർഗം കൊണ്ട് പൊലി പറയിക്കുകയും നരകം കൊണ്ട് താക്കീത് ചെയ്യുകയും ചെയ്യുന്ന നബിയേ. ഫഅഗ്സിനി വഅജിർനി യാ മുജീറു മിനസ് സഈർ യാ ഗിയാതി യാ മലാദി ഫി മുലിമ്മാതിൽ ഉമൂർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅഗ്സിനി വഅജിർനി യാ മുജീറു മിൻ സഈർ യാ ഗിയാതി യാ മലാദി ഫി മുലിമ്മാതിൽ ഉമൂർ. ഫഅഗ്സിനി, അവിടുന്ന് എന്നെ സഹായിക്കണം നബിയെ. വഅജിർനി, എന്നെ കാക്കണം നബിയെ. യാ മുജീറു മിൻ സഈർ, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന നബിയെ. അതിന് കാരണക്കാരൻ്റെ നബിയെ. മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ ഗദി പറഞ്ഞ മാതിരി തനിച്ച ഇസ്തിശ്ഫാ. യാ ഗിയാതി യാ മലാദി ഫീ മുലിമ്മാതിൽ ഉമൂർ. യാ ഗിയാതി, എൻ്റെ സഹായിയായ നബിയെ. യാ മലാദി, എനിക്ക് ചെന്നണയാനുള്ള അഭയകേന്ദ്രമായ നബിയെ. ഫീ മുലിമ്മാതിൽ ഉമൂർ, ഇറങ്ങി വരുന്ന മുസീബത്താവുന്ന എല്ലാ കാര്യത്തിലും. ഫാസ അബ്ദുൻ കത്തമല്ല മഞ്ചല അൻഹുൽ ഹുമൂം ഫീക യാ ബദ്റുൻ തജല്ല ഫലകൽ വസ്ഫുൽ ഹസീൻ. ഫാസ അബ്ദുൻ, ഒരടിമ വിജയിച്ചു. കത്തമല്ല, അവിടുന്ന് നബിയുടെ പ്രേമത്തിൽ ആഴ്ന്നിറങ്ങി. വഞ്ചല അൻഹുൽ ഹുമൂം, ആ അടിമയെ തൊട്ട് എല്ലാ ഹമ്മുകളും ടെൻഷനുകളും നീങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെയുള്ള അടിമ വിജയിച്ചു. ഫീക്ക നബിയെ, തങ്ങളിലാണ് ഈ ഉള്ളവന് പ്രതീക്ഷ. കളപ്പെട്ട മുത്താൻ്റെ ഖബറാക്കിയാൽ മതി. റഹബത്തി ഫീഖ്, എൻ്റെ പ്രതീക്ഷ മുഴുവനും തങ്ങളിലാണ്. യാ ബദറുൻ, പൗർണമിയായ നബിയെ. എങ്ങനത്തെ പൗർണമിയാണ്? തജല്ല, ഉദിച്ചു വെളിവായി ഉയർന്നു നിൽക്കുന്ന
പൗർണമിയായ നബിയെ തങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ. ഫാലക്കൽ വസുഫുൽ ഹസീൻ, തങ്ങൾക്ക് മാത്രമാണ് എല്ലാ നല്ല വിശേഷണവും അവിടത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ലൈസ അസ്ക മിങ്ക അസ്ല ഖത്തു യാ ജദ്ദൽ ഹുസൈൻ ഫഅലൈക അല്ലാഹു സല്ലാ ദായിമൻ തൂലദ്ദുഹൂർ. ലൈസ അസ്ക, ഒരു പരിശുദ്ധനും തന്നെയില്ല, മിങ്ക തങ്ങളെക്കാൾ, അസ്ലൻ മാതാപിതാക്കളെക്കാൾ, ഖത്തു തീരെ തന്നെ, യാ ജദ്ദൽ ഹുസൈൻ, ഹുസൈൻ എന്നിവരുടെ വല്യപ്പയാകുന്ന മുത്തുനബിയെ തങ്ങളെക്കാൾ, മാതാപിതാക്കളെക്കാൾ അസ്കിയായ ആരും തന്നെയില്ല. ഫഅലൈക അല്ലാഹു സല്ലാ, തങ്ങളുടെ മേൽ അല്ലാഹു സലാത്ത് വർഷിപ്പിക്കട്ടെ, ദായിമൻ ദായിമായിട്ടും, തൂലദ്ദുഹൂർ, കാലം നീളുന്ന കാലത്തോളം. കാലം നീളുന്ന കാലം എന്നാണ് എന്നൊക്കെയാണോ ദഹറുള്ളത്, ആ കാലത്തൊക്കെയും തങ്ങളുടെ മേൽ അല്ലാഹു സലാത്ത് വർഷിപ്പിക്കട്ടെ. ഇത്രയാണ് ശരിക്ക് ഷറഫുൽ അനാമിൻ്റെ ആദ്യ കോപ്പികളിലൊക്കെ ഉള്ളത്, യാ ഷറക്കവീത്ത്. എന്നാൽ പിൽക്കാലത്ത് വന്ന കോപ്പികളിൽ യാ വലിയൽ ഹസനാത്തി മുതൽക്ക് 3 വരിയും കൂടി കാണുന്നുണ്ട്. യോജിപ്പൊക്കെ ഉണ്ട്. ഇത് അള്ളാഹുവിനോടുള്ള ഹിതാബാകുന്നതിനേക്കാൾ സാധ്യത അത് മുത്തനബിനോടുള്ള ഹിതാബാണ്. കാരണം യാ റഫിയ ദറജാത്തി എന്ന് മുഴുവനൊക്കെ അഹ്ദിനി വാജിർനി എന്നതിനൊക്കെ യോജിപ്പ് ഒക്കെ മുത്തനബിനോടുള്ള ഹിതാബാകാനാണ്. യാ വലിയൽ ഹസനാത്ത്, എല്ലാ ഹസനാത്തിൻ്റെയും അർഹനായ നബിയെ, യാ റഫിയ ദറജാത്ത്, പദവികളൊക്കെ ഉയർത്തപ്പെട്ട നബിയെ, കഫിറൻ അന്നീ ദുനൂബി, എന്നെ തൊട്ടെൻ്റെ പാപങ്ങളൊക്കെ നിശ്ചയം പടന്ന് പുറത്തു തരണം. ഇർത്തക്കബ്തു അലൽ ഖത്താറിൻ്റെ മാതിരി, വാഫിറല്ലി സയ്യാത്ത്, എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് അവിടുന്ന് പുറത്തു തരണം നബിയേ. അന്ത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മൂബിഖാത്ത്, അന്താ നബിയെ തങ്ങൾ ഗഫാറുൽ ഖതായ, ചെറുപാപങ്ങൾ പൊറുക്കുന്നവരും, വദ്ദുനൂബിൽ മൂബിഖാത്ത്, നരകത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നതായ വൻപാപങ്ങളെയൊക്കെ പുറത്തു തരുന്നവരുമല്ലേ. അന്ത സത്താറുൽ മസാവി, നബിയെ തങ്ങളെല്ലാ പോരായ്മകളും മൂടിവെക്കുന്നവരല്ലേ. മുഖയിലുള്ള സറാത്ത്, എല്ലാ വീഴ്ചകളെയും നീക്കിക്കളഞ്ഞു തരുന്നവരുമല്ല നബിയേ. അലിമുസിരി വഖഫ മുസ്തജീബുദ്ദഅവാത്ത്, ആലിമുസിരി, ഈ അവസാനത്തെ വരി അള്ളാഹുവിനുള്ള ഹിതാബാകാനാണ് കൂടുതൽ സാധ്യത. അള്ളാഹുവേ, നീ ആലിമുസിരി വഖഫ, രഹസ്യവും പരമരഹസ്യവും അറിയുന്നവനാണ്. മുസ്തജീബുദ്ദഅവാത്ത്, പാപങ്ങൾക്ക് ദുആകൾക്ക് ഉത്തരം നൽകുന്നവനുമാണ്. റബ്ബിഗ്ഫിർ 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 വർഹംന എന്ന ശരിക്കാടെ കളയപ്പെട്ടുണ്ടായിരിക്കണം, കളയപ്പെട്ടൊരു വാവ്. റബ്ബിഗ്ഫിർ റബ്ബിർഹം റബ്ബിർഹംന, ഞങ്ങൾക്കിനി റഹ്മത്ത്, റബ്ബി വർഹംന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക്, റബ്ബി എൻ്റെ റബ്ബേ ഞങ്ങൾക്കിനി റഹ്മത്തും ചെയ്യണേ എന്നിട്ട് കളയപ്പെട്ടൊരു ഗഫിർ റഹംന എന്നുണ്ടാവും. പിന്നെ ചില കോപ്പികളിലൊക്കെ ഇപ്പം റബ്ബന എന്ന് വന്ന് കാണുന്നുണ്ട്. അതിപ്പോൾ ഒരു 8-10 കൊല്ലത്തിന് ഇങ്ങോട്ടുള്ള കോപ്പികളിലാണ് കാണുന്നത്. മുമ്പത്തെ കോപ്പികളിലൊക്കെ കാണുന്നത് റബ്ബി വർഹംന എന്ന വാവ്, അത്തഫിൻ്റെ വാവ് കൊണ്ട്. ഹാഷകളിലൊക്കെ വാവിട്ടാണ് കാണുന്നത്. ആ വാവിൻ്റെ മാത്തുഫലി കളയപ്പെട്ട് യഗ്ഫിർന്നായിരിക്കണം. ബി ജമീ ഇസ്വാലിഹാത്ത് എന്നുള്ളത് ലി ജമീ ഇസ്വാലിഹാത്തി എന്ന് കളയപ്പെട്ടൊരു വാവിൻ്റെ അത്ഫാക്കിയിട്ട് എല്ലാ സാലിഹത്തായ അടിമകൾക്കും നീ റഹ്മത്തും മഗ്ഫിറത്തും നൽകണമേ എന്ന് ലാമുകൊണ്ടാണ് ലി ജമീ ഇസ്വാലിഹാത്ത് എന്നാണ് പഴയ കോപ്പികളിലൊക്കെ ഉള്ളത്. എന്നാൽ ഇപ്പോഴത്തെ കോപ്പികളിലൊക്കെ ബി ജമീ സ്വാലിഹാത്ത്, ഞങ്ങൾ സ്വാലിഹാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാഹു ആലം.